ഞാൻ എൻ്റെ മദർഹുഡ് ലൈഫിൽ പഠിച്ച ഏറ്റവും വലിയ പാഠമെന്ന് പറഞ്ഞാൽ ഷോപ്പിങ്ങിന് വരുമ്പോൾ ബേബീസിനെ കൊണ്ടുവരാൻ പാടില്ലെന്നാണ്. പ്രത്യേകിച്ചും നടന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. ഖത്തറിൽ നിൽക്കുമ്പം അങ്ങനെ വലുതായിട്ട് ഷോപ്പിംഗ് ഒന്നും ചെയ്യാറില്ല. പക്ഷേ നാട്ടിൽ വരുമ്പോൾ ഞാൻ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ടായിരിക്കും തിരിച്ചു പോകുന്നത്. നാട്ടിൽ വരുന്ന സമയത്താണ് ഞാൻ എൻ്റെ റീക്കാർഡ് കീശ കാലിയാക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ എമോറ്റിലുള്ള പർപ്പിൾ വന്നിട്ടുണ്ട്. ലാസ്റ്റ് ടൈം വന്നപ്പോഴും എനിക്ക് ഇവിടെ നിന്ന് മേടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഓൺലൈനായിട്ടൊക്കെ പർച്ചേസ് ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ ഇപ്രാവശ്യം ഡയറക്റ്റ് വന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ സാധനങ്ങളൊക്കെ മേടിക്കുന്ന സമയത്ത് എമ്മുറിനെ മാനേജ് ചെയ്യാൻ വേണ്ടി റീക്ക് ഒരുപാട് കഷ്ടപ്പെട്ടു. അങ്ങനെ പർപ്പിളിൽ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ അടുത്ത് നേരെ പോയത് ആസാദിലാണ്. ഇവിടെ നല്ല അടിപൊളി പൊറോട്ടയും മട്ടൻ ചാപ്സും ഒക്കെ കഴിച്ച്. അപ്പോൾ അതിന് മുന്നേ ഇടിയപ്പം മേടിച്ചു ആദ്യം തന്നെ എമ്മുറിന് കൊടുത്തു. അല്ലെങ്കിൽ പിന്നെ അവൻ നമ്മളെ കഴിക്കാൻ സമ്മതിക്കില്ല. എനിക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള പൊറോട്ടയാണ് ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയുള്ള പൊറോട്ടയാണ് ഇഷ്ടമെന്ന് കോമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ പെരുന്നാളിന് മേടിച്ച പൊറോട്ട എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല, അത്ര പോരായിരുന്നു. ഇത് അടിപൊളി പൊറോട്ടയായിരുന്നു. അങ്ങനെ പിന്നെ പൊറോട്ടയൊക്കെ കഴിച്ചു, ചായയൊക്കെ കുടിച്ചു. അപ്പോൾ ഗൈസ്, ഈ ഷോപ്പിങ്ങിനൊക്കെ ബേബീസോ അല്ലെങ്കിൽ പോട്ടെ ടോഡ്ലേഴ്സിനെയൊക്കെ കൊണ്ടുവരുന്നവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങൾ ഷോപ്പിങ്ങിനൊക്കെ വരുന്ന സമയത്ത് ബേബീസിനെ കൊണ്ടുവരാതിരിക്കുക. എനിക്കത് മാത്രമേ പറയാനുള്ളൂ. ഇതാണ് എൻ്റെ ടിപ്പ്. വേറെ വഴിയില്ല. ഇവരൊക്കെ കൊണ്ടുവന്നാൽ പിന്നെ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കില്ല. അതുകൊണ്ടാണ് അതിൽ നിന്നും ഭേദം വീട്ടിൽ നിർത്തിയിട്ട് വരുന്നതാണ്. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഈ ഒരു കുട്ടി മിനി വ്ളോഗ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് മറക്കട്ടെ. ബൈ.